തിരുവനന്തപുരം ബാലരാമപുരത്ത് താന്നിവിളയിൽ വീട് കയറി ആക്രമണം ഉണ്ടായി. സ്ത്രീകൾ മാത്രമുണ്ടായിരുന്ന വീട്ടിൽ കയറിയാണ് അഞ്ചംഗ സംഘത്തിന്റെ ആക്രമണം. സ്ത്രീകളെ മർദ്ദിക്കുകയും വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്തുവെന്ന് ആരോപണം ഉയരുന്നു. അക്രമി സംഘത്തിലെ ഒരാൾക്ക് വെട്ടേൽക്കുകയും ചെയ്തു. മനീഷ് മഹിവാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, അപ്പോൾ ഇയാളെ വെട്ടിയതാരാണ്? യഥാർത്ഥത്തിൽ ഈ സംഭവം നടക്കുന്നത് ഇന്ന് വൈകിട്ട് 5 മണിക്കാണ്. അതായത് പുറത്തു നിന്ന് അജയൻ എന്ന ഒരു വ്യക്തിയും അജയന്റെ കൂടെയുള്ള 4 അംഗ സംഘവുമായിട്ടാണ് ഈ സ്ത്രീകൾ മാത്രമുള്ള MR ഭവനിൽ പത്മിനിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. ആ സമയത്ത് പത്മിനിയും മകൾ ഗോപികയും ഗോപികയുടെ 1.5 വയസ്സുള്ള കുഞ്ഞുമാണ് വീട്ടിലുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഈ അജയൻ അടക്കമുള്ള സംഘം ഈ വീട്ടിലേക്ക് എത്തിയത് പത്മിനിയുടെ മൂത്ത മകനായ പ്രശാന്തിനെ തേടിയായിരുന്നു. പ്രശാന്തിനെ ആക്രമിക്കാൻ എത്തിയതായിരുന്നു. പക്ഷേ പ്രശാന്ത് ആ സമയത്ത് വീട്ടിലില്ല എന്ന് സംഘം മനസ്സിലാക്കിയതോടെ വീടിൻ്റെ ജനൽ ചില്ലുകൾ ആകെ അടിച്ചു തകർത്തു. ഈ സംഘത്തിൻ്റെ കയ്യിൽ മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു. ഇതറിഞ്ഞ് ഓടിയെത്തിയ പ്രശാന്ത് തിരിച്ച് ഈ ആക്രമിക്കാനെത്തിയ അജയൻ്റെ കയ്യിൽ നിന്നും വാള് തിരിച്ചു വാങ്ങി അജയനെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ പ്രശാന്തിനും അജയനും ഒപ്പം തന്നെ ഇത് കണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സംഘർഷം നടക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് അയൽ വീട്ടിലുള്ള അരുൺ എന്ന് പറയുന്ന വ്യക്തിയും ഈ വീട്ടിലേക്ക് ഓടിയെത്തി. അങ്ങനെ അരുണിനും വെട്ടേറ്റു. അങ്ങനെ ആകെ 3 പേർക്കാണ് വെട്ടേറ്റത്. ഒന്ന് ഈ പത്മിനിയുടെ മകൻ പ്രശാന്തിന്, മറ്റൊന്ന് ഈ ആക്രമിക്കാനെത്തിയ അജയന് സ്വന്തം ആയുധത്തിൽ നിന്ന് തന്നെ വെട്ടേറ്റു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ അയൽവാസിയായ അരുണിന്. അങ്ങനെ 3 പേർക്ക് വെട്ടേറ്റു. ഇതിൽ അജയന്റെ നില ഗുരുതരമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. നരുവാമൂട് പോലീസ് നിലവിൽ ഇതിൽ വധശ്രമത്തിനടക്കം കേസെടുത്തിട്ടുണ്ട്. 2 കൂട്ടർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. നിലവിൽ പ്രശാന്തിന്റെ ഈ ഒരു ശ്രമം സ്വയരക്ഷാർത്ഥം താൻ വെട്ടിയതാണെന്നാണ് പ്രശാന്ത് നരുവാമൂട് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഈ അജയനും മറ്റ് 4 പേരടങ്ങുന്ന സംഘം മദ്യപിച്ചായിരുന്നു പ്രശാന്തിനെ തേടി പത്മിനിയുടെ വീട്ടിലേക്ക് എത്തിയത്. പക്ഷേ ആ സമയത്ത് ഈ പ്രശാന്ത് ഇല്ലാത്തതിനെ തുടർന്ന് വീടാകെ അടിച്ചു തകർക്കുകയും ഈ പ്രശാന്തിന്റെ അമ്മ പത്മിനിയെയും ഒപ്പം തന്നെ ഈ അവരുടെ സഹോദരി ഗോപികയും ഒക്കെ തന്നെ ആക്രമിച്ച് അവരുടെ വസ്ത്രങ്ങളടക്കം വലിച്ചു കീറിയെന്നാണ് പത്മിനിയും നിലവിൽ ഗോപികയും നരുവാമൂട് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. എന്താണെങ്കിലും 2 കൂട്ടർക്കെതിരെയും ഈ നരുവാമൂട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അജയന്റെ നില അതീവ ഗുരുതരമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.